ഹലോ ഗൈസ്, വിഷൊക്കെ അല്ലേ, നമുക്കൊരു അടിപൊളി നെക്ക് പീസ് ചെയ്തെടുത്താലോ. അതിനായിട്ട് ഞാൻ ഇവിടെ മോൾഡിറ്റിൻ്റെ ക്ലേ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അത്യാവശ്യം തിക്നെസ്സിൽ ഇതുപോലെ ചപ്പാത്തിക്ക് പഴുത്തുന്ന പോലെ ഒന്ന് പഴുത്തിയെടുക്കാമേ. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം ടെറാക്കോട്ടയെ യൂസ് ചെയ്യാം. ടെറാക്കോട്ട ആകുമ്പോൾ കുറച്ച് ബേക്കിംഗ് അങ്ങനെയുള്ള പ്രോസസ്സുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ല. മോൾഡിറ്റ് ആകുമ്പം ഒരു മാക്സിമം ഒരു 1 hour കൊണ്ട് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ടൂൾസൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുള്ള ഐറ്റംസ് തന്നെ അങ്ങ് ടൂളാക്കി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഗ്ലൂവിൻ്റെ ഒക്കെ ക്യാപ്പൊക്കെയാണ് ഞാൻ ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ടൂളാക്കാൻ ഒന്നുമില്ല, നമ്മളെ വീട്ടിൽ എന്ത് കൈ കിട്ടുന്ന അത് അങ്ങ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്ലൂ സ്റ്റിക്കിൻ്റെ ക്യാപ്പ് ഉപയോഗിച്ച് ഇതുപോലെ കുറച്ച് വലിയ സൈസിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഫാബ്രിക് ഗ്ലൂവിൻ്റെ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുറച്ചും കൂടി ചെറിയ ടൈപ്പിൽ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 വലിപ്പത്തിലുള്ള റൗണ്ട് ഷേപ്പിലാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. 10 രൂപയുടെ നമ്മുടെ ഫെവിക്കോളിൻ്റെയൊക്കെ ക്യാപ്പിലെ അത് ഉപയോഗിച്ച് നമ്മൾ ചെറിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിൻ്റെ മിഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അത്യാവശ്യം ജ്വല്ലറി മേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് നമുക്ക് തട്ടിക്കുട്ടി നല്ല അടിപൊളി ജ്വല്ലറി ഒക്കെ ചെയ്തെടുക്കാൻ കേട്ടോ. ഞാൻ ഏകദേശം ഒരു 10 വർഷത്തിന് ഇപ്പുറമാണ് കേട്ടോ ആദ്യമായിട്ട് ഒരു ജ്വല്ലറി മേക്കിംഗ് സംഭവമൊക്കെ ചെയ്യുന്നത്. ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സിന് ടെറാക്കോട്ട ക്ലാസ്സിനൊക്കെ പോകുന്നത്. അതിനുശേഷം ഒരു 9ാം ക്ലാസ് വരെയൊക്കെ ചെയ്ത് കുറച്ച് സെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം കുറച്ച് വലിയ റൗണ്ട് ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുത്തില്ല, അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് സ്ക്വയർ ഷേപ്പിലോട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്ലേ എടുത്ത ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലെ തന്നെയാണ് ഫ്ലോറൽ വയറാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ നമ്മൾ ഫ്ലോറൽ വയർ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ നമ്മൾ ആദ്യം കുഞ്ഞ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തില്ലേ, അതും നമ്മൾ കുഞ്ഞിപ്പം ക്ലേ ഉപയോഗിച്ച് ബോൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തില്ലേ, അതും കൂടെ ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാമേ. മോൾഡിറ്റിൻ്റെ ക്ലേ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ചെയ്യണം, കാരണം പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും കേട്ടോ. നമുക്ക് ഇതിലെല്ലാം ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഫ്ലോറൽ വയറോ അതല്ലെങ്കിൽ നീഡിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം. ഹോൾ ഇടുന്ന സമയത്ത് നമ്മൾ ആ കൊടുക്കുന്ന പ്രഷർ കൊണ്ട് ചെറിയ ഷേപ്പിലൊക്കെ ചേഞ്ചസ് വരാം. അപ്പോൾ എന്താണോ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത് അത് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ നമ്മൾ ഊരി മാറ്റിയിട്ട് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷറിൽ ചിലപ്പോൾ ആ ഹോളൊക്കെ ഒന്ന് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഗ്ലൂവിൻ്റെ ക്യാപ്പും അതുപോലെ പെന്നിൻ്റെ ബാക്കൊക്കെ യൂസ് ചെയ്ത് മാച്ചിന് ഒരു ഇയറിങ്സും കൊണ്ട് ചെയ്തെടുക്കുക. അതിനായിട്ട് ഇതുപോലെ കുഞ്ഞ് റൗണ്ട് ഷേപ്പ് എടുത്ത ശേഷം ഇതുപോലെ കുറച്ച് ക്ലേയും കൂടെ ഉപയോഗിച്ച് നമ്മൾ സ്റ്റഡ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഫേവ് ബോണ്ട് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ച് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ഇയറിങ്സ് നമുക്കൊന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ പെന്നിൻ്റെ ക്യാപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ മിഡിൽ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട്. അപ്പോൾ 2ലും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത ആ കുഞ്ഞ് റൗണ്ട് ഷേപ്പിനെക്കാട്ടി കുറച്ചും കൂടി ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ നമ്മൾ ഒരു ഐപ്പിന് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ സ്റ്റഡ് ചെയ്തില്ലേ, അതിൽ നമ്മൾ ആ ഒരു കുഞ്ഞു ബോൾ പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ ഐപ്പിന് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റഡുമായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടും. നമുക്ക് ഇയറിങ്സ് ആ ഒരു ഹാങ്ങിങ് ജോയിൻ ചെയ്യാനായിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഐപ്പിന് വലിയ റേറ്റ് ഒന്നുമില്ല, ഒരു 10 രൂപയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഈ അത്യാവശ്യം ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടകളിൽ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. അപ്പം അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോർ വയറോ അങ്ങനെ എന്തെങ്കിലും മെറ്റൽ വയറോ ഉപയോഗിച്ച് ജസ്റ്റ് അതൊന്ന് വളച്ചിട്ട് ഇതുപോലെ ചെയ്താലും മതി. ഇനി നമ്മൾ ചെയ്ത എല്ലാ ബീഡ്സും ഒന്ന് ഡ്രൈ ആയ ശേഷം ഇതുപോലെ ബ്ലാക്ക് കളർ ആക്രിലിക് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2-3 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ആ ക്ലേ ആ ഒരു നമ്മൾ ചെയ്ത് ഡ്രൈ ആയി കിട്ടും, മോൾഡിറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തെടുത്ത ശേഷം ഈ ഒരു ബ്ലാക്ക് കളർ ആക്രിലിക് ഒന്ന് ഡ്രൈ ആയ ശേഷം ഇതുപോലെ മെറ്റാലിക് ഗോൾഡ് ഷെയ്ഡാണ് കേട്ടോ. അത് ഇതുപോലെ ഒരു 2 കോട്ട് അപ്ലൈ ചെയ്താൽ നല്ലൊരു ഗോൾഡ് ഫിനിഷ് കിട്ടത്തുള്ളൂ. അപ്പം ആദ്യത്തെ കോട്ട് ഒന്ന് ഡ്രൈ ആയ ശേഷം ഒരു കോട്ടും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ബീഡ്സിനും ഇതൊന്ന് അപ്ലൈ ചെയ്ത് എടുക്കാം. കുറച്ച് ടൈം എടുക്കും ഓരോന്നിലും എടുത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്തെടുക്കാമേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ഞാൻ ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഇത്തിരി ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ കൂടെ ചെയ്തുകൂടെ. അത് മാത്രമല്ല, നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ഗോൾഡ് മെറ്റാലിക് എല്ലാം ഒന്ന് ഡ്രൈ ആയ ശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു ബീഡിൻ്റെ മിഡിലായിട്ട് ഒരു റെഡ് കളർ ഞാൻ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. റെഡിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം.
ആക്രിലിക് പെയിൻ്റാണ് ഞാൻ എല്ലാം യൂസ് ചെയ്യുന്നത് തന്നെ. അതുപോലെ സ്ക്വയറിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ ഗ്രീൻ കളർ കൊണ്ട് ഇതുപോലെ കുഞ്ഞു ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ആ റെഡിൻ്റെ ഒരു ബോൾ നമ്മൾ കണക്ട് ചെയ്തില്ലേ, ആ ഒരു ബീഡിലും ഇതുപോലെ മിഡിലായിട്ട് ഇതുപോലെ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയറിൻ്റെ ആ ഒരു ഗ്രീനിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ റെഡ് കളറ് ജസ്റ്റ് ഒന്ന് ഡോട്ടായിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടും. ഞാനിവിടെ കങ്കൂസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഗിയർ വയർ യൂസ് ചെയ്യാം. എനിക്കത് വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ആ ഒരു ത്രെഡിലൊന്ന് കൊഴുത്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്ക്വയർ, പിന്നെ ഒരു റെഡ്, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ടാണ് ഒന്ന് കൊഴുത്തെടുക്കുന്നത്. ഒരു കാര്യം പറയാനും കാണിക്കാനും വിട്ടുപോയി. വേറെ ഒന്നുമില്ല, നമ്മൾ കമ്മൽ ചെയ്ത സമയത്ത് സ്ക്വയറിൽ ഐപ്പിൻ ഇൻസേർട്ട് ചെയ്തില്ലേ, അതുപോലെ 2 പീസ് നമുക്ക് മാലയ്ക്കും കൂടെ വേണം കേട്ടോ. നമ്മൾ ഹോൾ ഇട്ട ശേഷം ഹോളിൻ്റെ താഴെയോ മുകളിലോ എവിടെയെങ്കിലും ഐപ്പിൻ ഇൻസേർട്ട് ചെയ്യണം. ഒരെണ്ണം ലെഫ്റ്റ് സൈഡ് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഐപ്പിനും ഒരെണ്ണം റൈറ്റ് സൈഡ് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഐപ്പിനും അങ്ങനെ ഇൻസേർട്ട് ചെയ്തെടുക്കണം 2 പീസ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചെയിൻ്റെ തുടക്കവും അവസാനവും ത്രെഡ് ഒന്ന് ലോക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ. നിങ്ങൾ ഗിയർ വയർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഗിയർ ലോക്ക് യൂസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ആ ബീഡിൻ്റെ യൂസ് നമ്മൾ ഇതുപോലെ അഡ്ജസ്റ്റബിൾ ത്രെഡ് ഇടണമെങ്കിലും അതുപോലത്തെ 2 ബീഡ് വേണം. അപ്പോൾ ഈ ഒരു നെക്ക് പീസിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി വിഷ് യു ടു ഓൾ.